ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഹരണരീതികൾ എന്ന് പറഞ്ഞ 4ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 50 ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെയുള്ള സംഖ്യകളെ 8ൻ്റെ മടങ്ങും മിച്ചവുമായി പിരിച്ചെഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 3 സംഖ്യകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ വേറെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? 9876നെ 8ൻ്റെ മടങ്ങും മിച്ചവുമായി എങ്ങനെ പിരിച്ചെഴുതാമെന്ന് ഊഹിക്കുക. ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കുക. അതുപോലെ ഇങ്ങനെ കിട്ടുന്ന സംഖ്യാക്രമം തുടർന്ന് എഴുതുക എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കൂല്ലേ, ഫസ്റ്റത്തെ സംഖ്യ ഏതാണ്? 9 ആണല്ലേ. അപ്പോൾ 9നെ 8ൻ്റെ മടങ്ങും മിച്ചവുമായിട്ട് എഴുതണം. അപ്പോൾ നമ്മൾ ആദ്യം 9നെ കള്ളിൻ്റെ ഉള്ളിൽ എഴുതുക അല്ലേ. പിന്നെ 8 മുകളിലും എഴുതുക. നമ്മൾ അതിൻ്റെ മടങ്ങും മിച്ചമായിട്ട് കാണാനാണ് പറഞ്ഞത്, അതുകൊണ്ട് ഹരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 9നെ 8 കൊണ്ട് ഹരിക്കാനാണ്. അപ്പോൾ 8 മുകളിലും 9 കള്ളിൻ്റെ ഉള്ളിലും എഴുതുക. ഇനി എന്താ ചെയ്യേണ്ടത്? 9ൽ എത്ര 8 ഉണ്ട് നോക്കണം അല്ലേ. എത്ര 8ആണ് 9ലുള്ളത്? ഒരു 8 അല്ലേ. അപ്പോൾ അത് നമ്മൾ ആ കള്ളിൻ്റെ ഇടത് ഭാഗത്ത് എഴുതുക. എന്നിട്ട് ഒരു 8 എന്നുള്ളത് കള്ളിൻ്റെ വലത് ഭാഗത്ത് എഴുതുക. കള്ളിൻ്റെ ഉള്ളിൽ ആ 8 എന്ന് എടുത്ത് എഴുതുക അല്ലേ. അപ്പോൾ ഇനി എന്താണ്? ഇനി എന്താ ചെയ്യേണ്ടത്? 9ന്ന് 8 കുറക്കണം. 9ന്ന് 8 കുറക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 1 എന്ന് കിട്ടും. അതാണ് എന്ത്? മിച്ചെന്ന് പറഞ്ഞത്. 1ൽ പിന്നെ 8 വരുന്നില്ലല്ലോ. അപ്പോൾ ആ 1 എന്ത് പറയുന്നത്? മിച്ചെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് 9, 8 എന്നുള്ളതിൻ്റെ താഴെ എഴുതുക. കള്ളിൻ്റെ ഉള്ളിൽ താഴെയായിട്ട് എന്ത് എഴുതുക? 1 എന്ന് എഴുതാം. അപ്പോൾ 9നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ മടങ്ങ് 1 അതുപോലെ മിച്ചം എന്താണ്? 1 തന്നെയാണ് അല്ലേ. ഇനി അടുത്തത് നോക്കൂ. 98നെയാണ് 8 കൊണ്ട് ഹരിക്കേണ്ടത് അല്ലേ. എന്നിട്ട് അതിൻ്റെ മടങ്ങും മിച്ചമായിട്ട് എഴുതാൻ വേണ്ടത്. അപ്പോൾ നമ്മൾ അതിനും ഇതുപോലെ കള്ളിയൊക്കെ വരച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളങ്ങനെ കള്ളി വരച്ചിട്ട് ആ കള്ളിൻ്റെ ഉള്ളിൽ 98 എന്ന് എഴുതുക. അതുപോലെ മുകളിൽ 8 എന്ന് എഴുതുക. ഇനി എന്താ ചെയ്യേണ്ടത്? ആ 8 എത്ര ഉണ്ട് 98 എന്നല്ലേ നോക്കണ്ടേ. അപ്പോൾ നമുക്കൊരു 10 ആദ്യം എഴുതി നോക്കാം അല്ലേ. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് പിന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കൊരു 10 എന്ന് ആ കള്ളിൻ്റെ ഇടത് ഭാഗത്ത് എഴുതി കൊടുക്കണം. അതുപോലെ വലത് ഭാഗത്ത്, കള്ളിൻ്റെ വലത് ഭാഗത്ത് 10 × 8 അല്ലേ. 10 × 8 80 എന്ന് എഴുതി കൊടുക്കുക. കള്ളിൻ്റെ ഉള്ളിലും ആ 80 എന്ന് എഴുതണം. 98ൻ്റെ താഴെയായിട്ട് 80 എന്ന് എഴുതുക. ഇനി 98ന്ന് 80 കുറക്കണം. എന്നിട്ട് ബാക്കി എത്രയാണോ ഉള്ളത് അതിൽ എത്ര 8 ഉണ്ടെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ 98ന്ന് 80 കുറക്കുമ്പോൾ എത്രയാണ്? 18 എന്ന് കിട്ടൂലേ. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ താഴെ എഴുതാം. ഇനി നമ്മൾ എന്താ ചെയ്യുക? 18ൽ എത്ര 8 ഉണ്ട് നോക്കണം അല്ലേ. അപ്പോൾ 2 8 എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ കള്ളിൻ്റെ ഇടത് സൈഡിൽ 2 എന്ന് കൊടുക്കാം. വലത് സൈഡിൽ അതുപോലെ 2 × 8 = 16 എന്നും കൊടുക്കാം. പിന്നെ കള്ളിൻ്റെ ഉള്ളിലും ആ 16 എന്ന് എഴുതണം അല്ലേ. ഇനി എന്താ ചെയ്യുക? 18ന്ന് 16 കുറക്കുക. അപ്പോൾ എത്ര കിട്ടുന്നത്? 2 എന്ന് കിട്ടുമല്ലോ. ഇനി അതിൽ 8 ഉണ്ടോ? ഇല്ല അല്ലേ. അതുകൊണ്ട് അത് മിച്ചാണ്. മിച്ചം 2 എന്ന് കിട്ടി. മടങ്ങ് എത്രയാണ്? ഒരു 10 ഉണ്ട്, ഒരു 2 ഉണ്ട്. 10ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 12ആണ്. അപ്പം മടങ്ങ് എന്ന് പറയണത് 12ആണ്. മിച്ചം 2 ആണ്. അതായത് 98നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ മടങ്ങ് 12ഉം മിച്ചം 2ഉം ആണ്. 9നെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ മടങ്ങ് 1ഉം മിച്ചം 1ഉം ആയിരുന്നു. 98നെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ മടങ്ങ് 12ഉം മിച്ചം 2ഉം ആയിട്ടുണ്ട് അല്ലേ. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എന്താണ്? 987നെ 8 കൊണ്ട് ഹരിച്ചിട്ട് മടങ്ങും മിച്ചമായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം അതിന് നമുക്കിതുപോലെ കള്ളിയൊക്കെ വരക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കള്ളിൻ്റെ ഉള്ളിൽ 987 എന്ന് എഴുതുക, മുകളിൽ 8 എന്ന് എഴുതുക അല്ലേ. ഇനി 987 ആണ്, കുറച്ച് വലിയ സംഖ്യയാണ്. അപ്പം അതിനനുസരിച്ചുള്ളൊരു സംഖ്യ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പുറത്താദ്യം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു 100 എന്ന് എടുത്ത് നോക്കാം അല്ലേ. കള്ളിൻ്റെ ഇടത് ഭാഗത്ത് 100 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ വലത് ഭാഗത്ത് 100 × 8 ആണ് എഴുതേണ്ടത്. 100 × 8 എത്രയാണ്? 800 ആണ് അല്ലേ. 8 എന്ന് എഴുതിയിട്ട് 2 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 800 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? ആ കള്ളിൻ്റെ ഉള്ളിൽ 987ൻ്റെ താഴെയും ഇത് തന്നെയാണ് എഴുതേണ്ടത്. അതായത് 100 × 8 800 അല്ല. ആ 800 എടുത്ത് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ 800 എന്ന് എഴുതി. ഇനി എന്താ ചെയ്യുക? 987ന്ന് 800 കുറക്കുക. അപ്പോൾ എത്ര കിട്ടുക? 187 എന്ന് കിട്ടുമല്ലോ. അത് നമുക്ക് ആ കള്ളിൻ്റെ താഴെ എഴുതി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ 187 എത്ര 8 ഉണ്ടായേക്കാം? ഒരു 28 എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് 20 വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കള്ളിൻ്റെ ഇടത് ഭാഗത്ത് 20 എന്ന് എഴുതുക, വലത് ഭാഗത്ത് 20 × 8 എത്രയാണെന്ന് എഴുതുക അല്ലേ. 20 × 8 എത്രയാണ്? 2 8 16 അല്ലേ. പിന്നെ ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം 160 എന്ന് കിട്ടൂലേ. 20 × 8 എന്ന് പറഞ്ഞാൽ 160 ആണ്. അപ്പം നമ്മൾ ആ കള്ളിൻ്റെ ഉള്ളിലും ആ 160 എന്ന് എഴുതുക. അതായത് 187ൻ്റെ താഴെ 160 എന്ന് എഴുതുക. ഇനി എന്താ ചെയ്യേണ്ടത്? ആ 187ന്ന് 160 കുറക്കണം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 27 എന്ന് കിട്ടുമല്ലോ. 27 ഇനി 8 ഉണ്ട് അല്ലേ. എത്ര 8 ഉണ്ട്? അതാണ് നമ്മൾ വീണ്ടും എഴുതാൻ പോകുന്നത്. അതായത് 27ൽ എത്ര 8 ആണ് നോക്കുക.
3 8 എന്തായാലും ഉണ്ട് അല്ലേ. 1 8 8 2 8 16 3 8 24 അല്ലേ, 27ൻ്റെ ഉള്ളിലുള്ളതാണ് 24. അപ്പോൾ 3 എന്തായാലും ഉണ്ട്. അപ്പോൾ നമുക്ക് സൈഡിൽ 3 എന്ന് എഴുതാം. അതായത് ആ കള്ളിൻ്റെ ഇടതുഭാഗത്ത് 3 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ 3 × 8 എന്ന് പറയുന്നത് 24 അത് കള്ളിയുടെ വലത് ഭാഗത്ത് എഴുതി കൊടുക്കാം. കള്ളിക്കുള്ളിൽ എന്ത് കൊടുക്കാം? ആ 24 എന്നുള്ളത് എടുത്ത് എഴുതാം അല്ലേ. ഇനി എന്താ ചെയ്യുക? 27 ന്ന് 24 കുറക്കുക. എന്നിട്ട് അത് അതിൻ്റെ താഴെയുള്ള കള്ളിയിൽ എഴുതണം. 27 ന്ന് 24 കുറക്കുമ്പോൾ എത്രയാ? 3 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ അതെന്താണ്? 3-ൽ പിന്നെ 8 വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്? അതാണ് അതിൻ്റെ മിച്ചം എന്ന് പറയുന്നത്. അതുപോലെ മടങ്ങ് എത്രയാണ്? ഒരു 100 ഉണ്ട്, ഒരു 20 ഉണ്ട്, ഒരു 3 ഉണ്ട് അല്ലേ. അത് 3 കൂടെ കൂട്ടുക. അതായത് 123. മടങ്ങ് എന്ന് പറയുന്നത് 123 മിച്ചം എത്രയാണ്? 3 ആണ് അല്ലേ. ഇനി കള്ളിയുടെ വലത് ഭാഗത്ത് എന്താ എഴുതണ്ടേ? 123നെ 8 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് ആ മിച്ചമായിട്ടുള്ള 3 കൂടെ കൂട്ടുക. അപ്പോൾ എന്ത് കിട്ടും? 987 എന്ന് കിട്ടും. ഇപ്പം നോക്കൂ, 9നെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ മടങ്ങ് 1 മിച്ചം 1 അല്ലേ. അടുത്തത് 9 8, അതായത് 98ന് 2 അക്കങ്ങളുണ്ട്. അതിനെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ എന്തായി? 1ഉം 2ഉം, അതായത് മടങ്ങ് 12 മിച്ചം എന്താണ്? 2 ആയി. ഇനി 987നെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ മടങ്ങ് എന്തായി? 1 2 3 അല്ലേ, 123 മടങ്ങ് മിച്ചം എന്ന് പറഞ്ഞതിൻ്റെ ലാസ്റ്റത്തെ സംഖ്യ, അതായത് 3 എന്നുമാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. 9876നെ 8ൻ്റെ മടങ്ങും മിച്ചവുമായിട്ട് എങ്ങനെ പിരിച്ചെഴുതാമെന്ന് ഊഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഊഹിച്ച് നോക്കുക. എങ്ങനെയായിരിക്കും 9876നെ 8ൻ്റെ മടങ്ങും മിച്ചമായിട്ട് എഴുതുമ്പോൾ? അപ്പോൾ ഇതുവരെയുള്ള ഒരു പാറ്റേൺ നോക്കുമ്പോൾ 9 8 7 വരെയുള്ളത് 1 2 3 ആ രീതിയിലാണ് വന്നതല്ലേ. അപ്പോൾ 9 8 7 6 ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും? 1 2 3 4 വരെ ഉണ്ടാവും. അതായത് മടങ്ങ് എന്ന് പറഞ്ഞത് 1234 ആയിരിക്കും അല്ലേ. 1 2 3 4 ആയിരിക്കും. മിച്ചം എന്തായിരിക്കും? 4 എന്നും ആയിരിക്കും. ഇതുവരെ ഉള്ളതൊക്കെ അങ്ങനെയാണ് അല്ലേ. ആദ്യത്തത് പിന്നെ മടങ്ങ് 1ഉം മിച്ചം 1 ആയി, പിന്നെ മടങ്ങ് 1 2 എന്നായി, മിച്ചം 2 ആയി. മടങ്ങ് 1 2 3 ആയപ്പോൾ മിച്ചം 3 ആയി. അപ്പം മടങ്ങ് 1 2 3 4 ഇപ്പോൾ ഉള്ളതിനുള്ളത്. അപ്പം മിച്ചം എന്തായിരിക്കും? 4 ആയിരിക്കും അല്ലേ. ഇനി ഈ ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണ് പരിശോധിക്കുക? 9876നെ 8 കൊണ്ട് ഹരിച്ചു നോക്കുക. അപ്പോൾ മടങ്ങും മിച്ചവും കിട്ടുന്നത് നമ്മൾ ഈ ഊഹിച്ച തന്നെയാണോ എന്ന് നോക്കണം. അപ്പം നമ്മൾ ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു കള്ളിയൊക്കെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ 9876 എന്ന് എഴുതുക. അതുപോലെ കള്ളിൻ്റെ മുകളിലായിട്ട് 8 എന്നും എഴുതുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ 9876 എത്ര 8 ഉണ്ടെന്നല്ല നമ്മൾ കാണേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വലിയ സംഖ്യ കൊണ്ട് ചെയ്യുക. കാരണം ഇത്രയും വലിയത് കിട്ടണ്ടേ. ചെറുത് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നമ്മൾ ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ചൊരു വലിയ സംഖ്യ കൊണ്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ അതിന് ശേഷം അതിൻ്റെ ബാക്കി ഇങ്ങനെ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് 1000 എന്ന് എഴുതാം അല്ലേ. പിന്നെ കള്ളിൻ്റെ ഇടത് ഭാഗത്ത് 1000 എന്ന് എഴുതാം. അതായത് 1000 8, 1000 × 8 എത്രയാ? 8000 അല്ലേ. 8 എന്ന് എഴുതിയിട്ട് 3 0 ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ 8000 എന്ന് കിട്ടും. അപ്പോൾ പിന്നെ 8000 കൊണ്ടാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതായത് 8 പിന്നെ 9876 പിന്നെ എത്ര 8 ഉണ്ട് നോക്കുക. അപ്പോൾ ഒരു 1000 8 എന്ന് നമ്മൾ എഴുതി കൊടുക്കുക. 1000 8 എന്ന് പറഞ്ഞാൽ 8000 ആണ്. അത് നമ്മൾ ആ ഒരു കള്ളിൻ്റെ ഉള്ളിലും എഴുതി കൊടുക്കുക. 8000 എന്ന് എഴുതി കൊടുക്കുക. ഇനി എന്താ ചെയ്യുക? 9876 ന്ന് 8000 കുറക്കണം അല്ലേ. നമ്മൾ മുമ്പൊക്കെ കുറേ തവണ ചെയ്തു. അപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത്? ആ ആദ്യത്തെ സംഖ്യയിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യ കുറക്കുക. അതായത് 9876 ന്ന് 8000 കുറച്ചിട്ട് അതിൻ്റെ താഴെയുള്ള കള്ളിയിൽ എഴുതുക. അപ്പോൾ കുറക്കുമ്പോൾ എത്രയാണ് കിട്ടുക? 1876 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ താഴെയുള്ള കള്ളിയിൽ എഴുതിയിട്ടുണ്ട്. ഇനി അതിലെത്ര 8 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നോക്കൂ, നമുക്ക് കുറച്ചുകൂടെ വേറൊരു സംഖ്യ എഴുതാം. അതായത് പറ്റ ചെറുതല്ലാത്ത ഒരു സംഖ്യ, അതായത് 200 എന്ന് എഴുതിയിട്ടുണ്ട്. 200 8 എത്രയാണ്? 1600 ആണ്. 1600 1800ൻ്റെ ഉള്ളിലാണല്ലോ. അപ്പോൾ നമ്മൾ 200 എന്ന് എഴുതി. വലത് ഭാഗത്ത് 200 × 8 1600 എന്ന് എഴുതി. കള്ളിൻ്റെ ഉള്ളിലും 1600 എന്ന് എടുത്തെഴുതി. ഇനി എന്താ ചെയ്യുക? 1876 ന്ന് 1600 കുറച്ചിട്ട് അതിൻ്റെ താഴെ എഴുതണം. അത് കുറക്കുമ്പോൾ 276 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മളത് ആ കള്ളിയിൽ എഴുതിയിട്ടുണ്ട്. ഇനി 276 എത്ര 8 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അതിന് ഏകദേശം നമുക്ക് തോന്നുന്ന ഒരു സംഖ്യ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഗുണിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സംഖ്യ ആദ്യം എഴുതാം. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് വീണ്ടും ചെയ്യാം. അപ്പോൾ നോക്കൂ, നമുക്കൊരു 30 എന്ന് കൊടുത്തു നോക്കുക. 30 8 എന്ന് പറഞ്ഞത് എത്രയാണ്? 3 8 എത്രയാണ്? 24 അല്ലേ. അപ്പോൾ 30 8 എത്രയായിരിക്കും? 240 ആയിരിക്കും. അപ്പോൾ 38 276ൻ്റെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ നമുക്ക് 30 എന്നുള്ളത് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ 240 എന്നുള്ളത് ആ കള്ളിൻ്റെ ഉള്ളിൽ എഴുതുക. അതുപോലെ 30 × 8 240 എന്ന് കള്ളിയുടെ വലത് ഭാഗത്തും എഴുതിയിട്ടുണ്ട്. പിന്നെ ഇടത് ഭാഗത്ത് ആ 30 എന്നും എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ.
ഇനി എന്താ ചെയ്യുക? 276 240 കുറക്കണം. 276 240 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? അത് അടുത്ത കള്ളിയിൽ എഴുതി കൊടുക്കുക. അപ്പോൾ 36 എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് എഴുതിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക? 36 എത്ര 8 ഉണ്ട് നോക്കണം അല്ലേ? അത് നമുക്കല്ലാതെ തന്നെ ഗുണിച്ച് നോക്കാം. എന്നാലും എത്ര എണ്ണം വരെ ഉണ്ടാവാം? 4 എണ്ണം വരെ ഉണ്ടാവാം അല്ലേ? 4 8 32 അല്ലേ? അപ്പോൾ 36ൻ്റെ ഉള്ളിലാണ്. അപ്പോൾ 4 എണ്ണം എന്തായാലും ഉണ്ട്. അപ്പോൾ നമുക്കത് 4 എന്ന് കൊടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആ കള്ളിയുടെ ഇടത് ഭാഗത്ത് 4 എന്നും വലത് ഭാഗത്ത് 4 × 8 = 32 എന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ കള്ളിൻ്റെ ഉള്ളിലും 32 എന്ന് എടുത്ത് എഴുതുക അല്ലേ? ഇനി എന്താ ചെയ്യുക? 36 32 കുറക്കുക. അപ്പോൾ ശിഷ്ടം എത്രയാണ് വരുന്നത്? 4 എന്ന് വരുമല്ലോ. ആ 4-ൽ പിന്നെ 8 കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ്? മിച്ചമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ശിഷ്ടം എത്രയാണ്? 4 ആണ്. അതുപോലെ മടങ്ങ് എത്രയാണ്? ഒരു 1000 ഉണ്ട്, ഒരു 200 ഉണ്ട്, ഒരു 30 ഉണ്ട്, ഒരു 4 ഉണ്ട് അല്ലേ? അത് 4ഉം കൂടെ കൂട്ടിയിട്ടാണ് മടങ്ങ് എന്ന് പറയുന്നത്. 1234. അപ്പം മടങ്ങ് 1234 ആണ്. മിച്ചം എന്താണ്? 4 ആണ് അല്ലേ? അതായത് വലത് ഭാഗത്ത് നമ്മൾ എങ്ങനെ എഴുതണം? 1234 × 8 അധികം മിച്ചമായിട്ടുള്ള 4ഉം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? 9876 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഊഹിച്ചെഴുതിയ ഉത്തരം തന്നെ കിട്ടിയില്ലേ? 9876-നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ മടങ്ങ് 1234 മിച്ചം 4 ആണല്ലോ അല്ലേ? നമുക്ക് ഊഹിച്ചെഴുതിയപ്പോഴും അത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കിതിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെ കിട്ടുന്ന സംഖ്യാക്രമം തുടർന്ന് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ നോക്കൂ, ആദ്യം നമ്മൾ 9-നെ 8 കൊണ്ട് ഹരിച്ചു, പിന്നെ 98-നെ 8 കൊണ്ട് ഹരിച്ചു, പിന്നെ 987-നെ 8 കൊണ്ട് ഹരിച്ചു, പിന്നെ 9876-നെയും 8 കൊണ്ട് ഹരിച്ചു. ഇനി എന്തായിരിക്കും അടുത്ത ഒരു സംഖ്യ വരുന്നത്? എന്തായിരിക്കും? 9 8 7 6 5 ഹരിക്കണം 8 അല്ലേ? അതായത് 98,765 ഹരിക്കണം 8 ആയിരിക്കും അല്ലേ? മടങ്ങ് എന്തായിരിക്കും? ഇതുവരെയുള്ള ആ ഒരു സംഖ്യാക്രമം നോക്കുമ്പോൾ 1 2 3 4 വരെയുള്ളത് കിട്ടി. അപ്പോൾ ഇനി അടുത്തതിൻ്റെ മടങ്ങ് എന്തായിരിക്കും? 1 2 3 4 5 ആയിരിക്കും. മിച്ചോ? അത് 5 ആയിരിക്കും അല്ലേ? ഇനി അടുത്ത സംഖ്യ എന്തായിരിക്കും ഇങ്ങനെയാണെങ്കിൽ? 9 8 7 6 5 4 ഹരിക്കണം 8 എന്നായിരിക്കും അല്ലേ? അപ്പം അതിൻ്റെ മടങ്ങ് വരുന്നതും ഇപ്പം വന്നതിൻ്റെ അതേപോലെ, അതായത് 1 2 3 4 5 6 എന്ന് കിട്ടും. അതുപോലെ മിച്ചം എന്നുള്ളത് 6 ആയിരിക്കും. ഇനി അടുത്തത് എന്തായിരിക്കും ഇങ്ങനെയാണെങ്കിൽ? 9 8 7 6 5 4 3 ഹരിക്കണം 8 അല്ലേ? അതായത് 98,76,543 ഹരിക്കണം 8. മടങ്ങ് അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 1 2 3 4 5 6 7 അല്ലേ? 12,34,567 ആണ് മടങ്ങ് കിട്ടുന്നത്. മിച്ചം എത്രയാണ് കിട്ടുന്നത്? ആ ഒരു മടങ്ങിൻ്റെ ലാസ്റ്റത്തെ സംഖ്യ എത്രയാണ്? 7 അല്ലേ? അപ്പം മിച്ചം 7 ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ വേണമെങ്കിൽ തുടർന്ന് നമുക്ക് എഴുതാൻ പറ്റൂലേ? അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.